എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആ ഒരു ക്ലബ് ഹൗസ് ഡെഡ് ബോളിന് വേണ്ടി ഒരുക്കുന്നതാണ്. കാരണം ഇന്നായിരുന്നു ആ ഒരു ഡെഡ് ബോൾ നടക്കുന്ന ദിവസം. അങ്ങനെ അതെല്ലാം അതിന്റെ സൈഡിലൂടെ തന്നെ നടക്കുന്നുണ്ട്. ഈ ഒരു സമയത്തായിരുന്നു സൂസൻ വന്ന് നമ്മുടെ ബെല്ലി ഉറക്കത്തിൽ നിന്ന് എണ്ണീപ്പിക്കുന്നത്. അന്നത്തെ ദിവസമാണ് ഡെഡ് ബോൾ എന്ന് അറിയാം. അപ്പോഴത്തേക്ക് അവൾ എണ്ണീറ്റിട്ട് ഞാൻ ലേറ്റ് ആയോ എന്നൊക്കെ ചോദിക്കുന്നു. നീ പെർഫെക്റ്റ് ടൈമിനാണ് എണ്ണീറ്റത് എന്ന് സൂസന്ന ഇവളോട് പറയുന്നുണ്ട്. നീ ഒരു ദിവസത്തിന് വേണ്ടി റെഡിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി റെഡിയാണ് എന്നൊക്കെ ഇവളും തിരിച്ചു പറയുന്നുണ്ട്. പിന്നീട് സൂസനയുടെ അടുത്ത് ബെല്ലി ചോദിക്കുന്നു, എനിക്കൊരു പേടിയുണ്ട്, ഞാൻ ഡാൻസ് കളിക്കുന്ന സമയത്തെങ്ങാനും ചെറുതായിട്ടെങ്ങാനും വീഴുമോ എന്നൊക്കെ. നീ വീഴത്തില്ല, ജെർമിയ ഒരിക്കലും നിന്നെ വീഴാൻ അനുഭവിക്കത്തില്ല, അവൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് സൂസന്ന ബെല്ലിയോട് പറയുന്നുണ്ട്. തുടർന്ന് സൂസന പറയുന്നുണ്ട്, അവൻ മാത്രമല്ല കോണറും നിനക്ക് വേണ്ടി എന്തും ചെയ്യും എന്നൊക്കെ സൂസന ബെല്ലിയോട് പറയുന്നു. കോണറിന്റെ പേര് കേട്ടപ്പോൾ ബെല്ലിയുടെ മുഖം ചെറുതായിട്ടൊന്ന് വാടുന്നുണ്ട്. പക്ഷേ കോണറിന്റെയും ജെർമിയുടെയും ആ ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നും സൂസനയ്ക്ക് അറിഞ്ഞൂടല്ലോ. അങ്ങനെ ഇവളുടെ ഒരു മുഖഭാവം കണ്ട് സൂസൻ ചോദിക്കുന്നു, ഞാൻ നിന്നെ ഇതിന് പുഷ് ചെയ്തതായിട്ട് തോന്നുന്നു മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബെല്ലി പറയുന്നു, ഇല്ല, അങ്ങനെ ആദ്യം എനിക്ക് ചെറുതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, പിന്നീട് ഇപ്പം കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും സൂസന പറയുന്നു, നീ ഇതിന് റെഡി അല്ലെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഇത് നിർത്താം, നിനക്ക് പോകാൻ അങ്ങനെ ഫുള്ള് റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്കിന്ന് പോകണ്ട എന്നൊക്കെ സൂസന ഇവളോട് പറയുന്നുണ്ട്. ബെല്ലി പറയുന്നു, ഇല്ല, ഞാൻ തുടങ്ങിയത് നിർത്തും, എനിക്കിതിന് പോകാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ ബെല്ലി സൂസനയോട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ബെല്ലിയുടെ അടുത്ത് സൂസന പറയുന്നു, മോളെ നീ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങിയോ, അവിടെ നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് സൂസന താഴോട്ടേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ താഴോട്ടേക്ക് പോയ സമയത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ. സോ ആ ഒരു ഡ്രസ്സ് അവർ വീണ്ടും മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് കാണുന്നു. സോ ഇതിന്റെയൊക്കെ സന്തോഷത്തിൽ അവൾ സൂസൻ എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് സൂസന വേറൊരു സാധനം എടുക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോകുന്നു. അപ്പോഴേക്കും ബെല്ലി ലോറലിനോട് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് എന്റെ ടേസ്റ്റ് അത്ര അറിയില്ലായിരിക്കുമെന്ന്, പക്ഷെ എനിക്ക് തെറ്റിയതാണ് എന്നൊക്കെ ബെല്ലി ലോറലിനോട് പറയുന്നുണ്ട്. ലോറൽ തിരിച്ചു പറയുന്നു, ഞാൻ നിന്റെ അമ്മയാണ് എന്നൊക്കെ. സോ അതിനുശേഷം അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഷൈലയെ കാണാൻ വേണ്ടി സ്റ്റീവൻ എത്തിക്കുന്നതാണ്. സ്റ്റീവൻ ഷൈലയെടുത്ത് പറയുന്നു, എടി ഞാൻ പോക്കർ ഗെയിംസ് എല്ലാം കളിച്ച് എൻ്റെ കയ്യിലുള്ള ക്യാഷ് എല്ലാം തീർന്നു, ഇന്ന് സ്യൂട്ട് റെന്റിന് എടുക്കാൻ പോലും എൻ്റെ ക്യാഷ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവനൊന്ന് വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും ഷൈല പറയുന്നു, എനിക്ക് ക്യാഷിന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാമെന്നൊക്കെ. നീ എന്തിനാണ് നീ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പോയി കളിക്കുന്നത്? അപ്പോഴേക്കും ഇവൻ പറയുന്നു, എനിക്ക് നിന്റെ കയ്യിൽ ക്യാഷ് മേടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ എന്ന് ചോദിക്കുക എന്ന് ഷൈല പറയുന്നു. ഷൈലയുടെ അടുത്ത് സ്റ്റീവൻ പറയുന്നുണ്ട്, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അമ്മയുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെങ്ങാനും പറഞ്ഞാൽ എന്നെ വെച്ചേക്കത്തില്ല എന്നൊക്കെ പറയുന്നു. ഷൈല പറയുന്നു, എനിക്ക് നിന്നെ ഇപ്പം കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, ഓരോ റൗണ്ടിലും തോക്കുമെന്ന ഒരു രീതി എത്തിയപ്പം നിനക്ക് അവിടുന്ന് ക്വിറ്റ് അടിച്ച് ഉള്ള ക്യാഷ് പോട്ടെ, കുറച്ച് ക്യാഷെങ്കിലും കൈ കാണുമല്ലോ, സോ ആ ഒരു രീതിയിൽ ഇറങ്ങി വന്നാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ സ്റ്റീവൻ പറയുന്നു, എനിക്ക് ഓരോ കളി കളിക്കുമ്പോഴും നെക്സ്റ്റ് ഗെയിമിൽ പോയ ക്യാഷ് എല്ലാം തിരിച്ചു കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ കയ്യിലുള്ള ക്യാഷ്, ഞാൻ ഈ സമ്മറിൽ ഏൺ ചെയ്ത എല്ലാ ക്യാഷും എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇവൻ ഇവളോട് പറയുന്നു. അങ്ങനെ പിന്നീട് കോണറും ജെർമിയും അവിടെ ഉള്ള സമയത്ത് നമ്മുടെ ബെല്ലി അടുക്കളയിലോട്ട് വരുന്നു. അപ്പോഴേക്കും കോണർ ആണെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള ഒരു മഫിൻസ് ഉണ്ടായിരുന്നു. സോ ആ ഒരു സംഭവങ്ങളൊക്കെ അവൾക്ക് മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അവളത് ടേസ്റ്റ് പോലും ചെയ്ത് നോക്കാതെ ഞാൻ പിന്നെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അവള് പുറത്തേക്ക് പോകുന്നു. അതിന്റെ കൂടെ തന്നെ ജെർമിയും കൂടെ പോകുന്നുണ്ട്. എന്നിട്ട് ജെർമിയ ബെല്ലിയോട് ചോദിക്കുന്നുണ്ട്, എടി നീ എന്താണ് കുറച്ച് നെർവസ് ആയിട്ടിരിക്കുന്നത്, ഇന്ന് വളരെ കൂളായിട്ടുള്ള ദിവസമല്ലേ, നീ അത് കൂളായിട്ട് എന്നെ വിട് എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും ബെല്ലി പറയുന്നുണ്ട്, അവിടെയുള്ള മിക്കുള്ള ഗേൾസും എന്നെ ഹെയ്റ്റ് ചെയ്ത് കാണും, കാരണം ഇതിന്റെ ഇടയ്ക്ക് നിക്കോളും ഇവളുമായിട്ട് കുറച്ച് ഇഷ്യൂ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. ലൈക്ക് ബെല്ലിക്ക് കോണർ ഇങ്ങനെയുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു, ഒരു നിക്കോള് കണ്ടു, അപ്പം ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം നിന്റെ ബോഡി ഗാർഡായിട്ട് നീ ഒരുങ്ങുന്ന സമയത്ത് ആ ഒരു റൂമിലോട്ട് ഞാൻ വരട്ടെ എന്നൊക്കെ ജെർമിയ ഇവളോട് ചോദിക്കുന്നുണ്ട്. ഇവള് പറയുന്നു, വേണ്ട, അത് ഗേൾസ് ഓൺലി ആണ്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും ഇവൻ പറയുന്നു, ഈ രാത്രി ഫുള്ള് ഞാൻ നിന്റെ കൂടെ ആയിരിക്കും, നിന്നെ ചുറ്റിപ്പറ്റി മാത്രം ഞാൻ നിൽക്കും, നിന്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ ഞാൻ അവരെ. സോ ആ ഒരു കോണോ ബ്രേക്ക് ചെയ്ത് നമ്മുടെ ബെല്ലി ചോദിക്കുന്നു, നീ അവരെ എന്തോ ചെയ്യും? അപ്പം ജെർമിയ പറയുന്നു, നിങ്ങൾ പറഞ്ഞ അത്ര ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിന്നെ അവിടുന്ന് കൂട്ടി വേറൊരു സ്ഥലത്തോട്ട് പോകും എന്നൊക്കെ ജെർമിയ ഇവളെടുത്ത് പറഞ്ഞിട്ട് ജെർമിയ ഇവളെ കിസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സീൻ നമ്മുടെ സ്റ്റീവൻ കണ്ടുകൊണ്ടുവരുന്നു. കാരണം സ്റ്റീവന് ഇവർ രണ്ടുപേരും ഇപ്പം ഇങ്ങനാണ് എന്നൊന്നും അറിയില്ല. പിന്നീട് ജെർമിയ ആ ഒരു വീട്ടിലോട്ടും കയറി പോകുന്നു. അപ്പോഴേക്കും സ്റ്റീവൻ ബെല്ലിയെടുത്ത് വന്ന് പറയുന്നു, നീ എന്തോ ചെയ്യുന്നത്, വാട്ട്, നീ ജെർമിയ ഇപ്പൊ കിസ് ചെയ്തല്ലേ ഞാൻ കണ്ടേ എന്നൊക്കെ സ്റ്റീവൻ ഇവളോട് ചോദിക്കുന്നുണ്ട്. അതേ എന്ന് ഇവളും തിരിച്ചു പറയുന്നു. ഇതൊക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ആയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഇപ്പം തുടങ്ങിയിട്ട് ഒരു 1 വീക്ക് ഓർ 2 വീക്സ് അത്രയും കണ്ടായി എന്നൊക്കെ സ്റ്റീവന്റെ അടുത്ത് ബെല്ലി പറയുന്നു. സ്റ്റീവൻ പറയുന്നുണ്ട്, എടി ഇത് നമ്മുടെ ഫാമിലിയാണ്, സോ എന്തേലും നിങ്ങൾ തമ്മിൽ ഇഷ്യൂ ഉണ്ടായാൽ നമ്മൾ ഫാമിലി തമ്മിൽ തന്നെ ഒത്തിരി നേരമായിട്ട് ചിലപ്പം പിരിഞ്ഞു പോകും എന്നൊക്കെ ഇവൻ ഇവളോട് പറയുന്നു. ഞാൻ ആരെ ഡേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നത് ഞാനാണ്, അല്ല നിന്റെ അനുവാദം നോക്കിയിട്ടല്ല ഞാൻ ഡേറ്റ് ചെയ്യുന്നത്, നീ ടൈലറോട് ഹുക്കപ്പ് ചെയ്ത കാര്യം ഞാൻ ഇതുവരെ മറന്നിട്ടില്ല എന്നൊക്കെ ബെല്ലി ഇവന്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്ന ജെർമിയ വീടിനകത്തോട്ട് കയറുമ്പോൾ സൂസനയുടെ റൂമിൽ സൂസന അവിടെ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണുന്നു. അതും ഈ ഒരു പകൽ സമയത്ത് കിടന്നുറങ്ങുന്നു. അപ്പോഴേക്കും ഇവന് ഡൗട്ട് അടിക്കുന്നു, ഇപ്പം കുറച്ച് കൂടുതലായിട്ട് തന്നെ അമ്മ ഉറങ്ങുന്നുണ്ടല്ലോ, ഇത് സമ്മറിന്റെ ഒന്നുമല്ല, വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ രീതിയിൽ ഇവന് ഡൗട്ട് അടിക്കുന്നു. സോ അങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് സ്റ്റീവൻ വന്നിട്ടുള്ളത്. സ്റ്റീവൻ ബെല്ലിയോട് കിസ് ചെയ്ത കാര്യങ്ങളൊക്കെ
ചോദിക്കുന്നു. ജെർമിയുടെ അടുത്ത് സ്റ്റീവൻ ചോദിക്കുന്നു, എടാ നീ എത്ര പേരെയാണ് ഹുക്കപ്പ് ചെയ്തത്? നമ്മൾ അന്ന് പോയ സമയത്ത് തന്നെ പൂളിൻ്റെ അടുത്ത് ഇന്ന സമയത്ത് തന്നെ ആ പൂളിൽ കിടന്ന മിക്കുള്ളവരെ നീ ഹുക്കപ്പ് ചെയ്തില്ലേ? അതിനകത്ത് ആണും പെണ്ണും ഉണ്ട്. സോ ആ ഒരു ടൈമിൽ ജെർമി പറയുന്നു, എടാ ഇത് ബെല്ലിയാണ്, ലൈക്ക് അതൊക്കെ ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് ആ ഒരു രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ബെല്ലി എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയുള്ള രീതിയിലൊന്നും കണ്ടിട്ടില്ല അവളെ. ഞാൻ ബെല്ലിയെ പൂർണ്ണമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്, അല്ലാതെ ജസ്റ്റ് ഹുക്കപ്പിന് വേണ്ടി മാത്രമല്ല എന്നൊക്കെ ഇവൻ അവനോട് പറയുന്നുണ്ട്. പിന്നീട് ആ ഒരു ത്രീസമും ആ അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം ഒരു 3-4 മാസത്തിന് മുമ്പാണ്. ഇപ്പം എൻ്റെ മനസ്സിൽ ബെല്ലി മാത്രമേ ഉള്ളൂ എന്ന് ജെർമിയ ഇവനോട് പറയുന്നു. സ്റ്റീവൻ പറയുന്നു, എന്തൊക്കെ ഇരുന്നാലും എൻ്റെ മുമ്പിൽ വെച്ച് ഒന്നും കിസ്സൊന്നും ചെയ്യില്ല, എനിക്കത് ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നും എന്നൊക്കെ സ്റ്റീവൻ ഇവനോട് പറയുന്നു. ജെർമി അതെല്ലാം കേട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ അടുത്ത സീനിൽ കാണുന്നത് ഗേൾസിന്റെ ഡ്രസ്സിംഗ് റൂമാണ്. അവിടെ മിക്കുള്ള എല്ലാ ഗേൾസും ഒരുങ്ങുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ ബെല്ലി അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഷൈല ബെല്ലിയെ കണ്ടിട്ട് ബെല്ലിയുടെ ടേബിളിൽ കൊണ്ടിരുത്തുന്നു. ആ ടേബിളിന്റെ ഇപ്പുറത്തായിരുന്നു നമ്മുടെ നിക്കോൾ ഇരിക്കുന്നത്. നിക്കോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിക്കോൾ അങ്ങനെ വേറൊന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും ഒരു കോംപ്രമൈസ് ടോക്കിന് വേണ്ടി നമ്മുടെ നിക്കോളിന്റെ അടുത്ത് ബെല്ലി പറയുന്നു, എടി ഞാനിപ്പം കോർണറുമായിട്ട് യാതൊരു കാര്യങ്ങളും ഇല്ല, നിനക്കറിയാമല്ലോ ഇപ്പം എൻ്റെ എസ്കോർട്ടായിട്ട് ജെർമിയാണുള്ളത്. സോ ആ ഒരു ടൈമിൽ കോണർ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് അവനോടൊന്നും ഇല്ല, പക്ഷെ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ച് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ സത്യമായിരുന്നു, എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് എനിക്കൊരു 10 വയസ്സായപ്പോൾ തൊട്ട് തന്നെ എനിക്ക് അവനോട് ക്രഷ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിലെല്ലാം അവൻ എന്നെ ഒരു സിസ്റ്റർ എന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ ഒരു കാര്യങ്ങളൊക്കെ വേറെ രീതിയിലാണ് കണ്ടത്. കാരണം സിസ്റ്റേഴ്സിനാകുമ്പോൾ കുറച്ചും കൂടെ പ്രയോറിറ്റിയും കാര്യങ്ങളെല്ലാം കൊടുക്കും. സോ ആ ഒരു ടൈമിൽ കോണർ എനിക്ക് കുറച്ച് പ്രയോറിറ്റിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് അവൻ എന്നോടും എന്തെങ്കിലുമൊക്കെ കാണുമെന്നാണ്. പക്ഷേ ഈ ഒരു ടൈമിൽ എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായി. പിന്നീട് അവനോട് എനിക്ക് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത്, അല്ലാതെ അവൻ എന്നോട് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ നിക്കോളിൻ്റെ അടുത്ത് ബെല്ലി പറയുന്നു. നിക്കോൾ പറയുന്നു, എന്തായാലും ഇനി കാര്യങ്ങളെല്ലാം സംഭവിച്ചു. സോ അങ്ങനെ ഇരുന്ന് നമ്മുടെ ബെല്ലിയുടെ അടുത്ത് നിക്കോള് കോണറിനെ കുറിച്ച് ലേശം കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയാകുന്നു. അങ്ങോട്ടേക്ക് നമ്മുടെ സൂസന്നെയും കോണറും വന്നിട്ടുണ്ട്. അതിനു മുമ്പേ തന്നെ സ്റ്റീവനും ജെർമിയും വന്നിട്ടുണ്ട്. കാരണം അവർ രണ്ടുപേരും എസ്കോർട്ടായിട്ട് പോകേണ്ടവരാണല്ലോ. അങ്ങനെ പിന്നീട് സൂസന്നെയും കോണറും ലോറലും ജെർമിയും സ്റ്റീവനും അവിടെ നിൽക്കുന്ന സമയത്ത് ചെറിയൊരു സങ്കടം പോലെ നമ്മുടെ സൂസനയ്ക്ക് വരുന്നുണ്ട്. കാരണം സൂസനയുടെ കാര്യങ്ങൾ അറിയാലോ, സൂസന ക്യാൻസറാണ്. പിന്നീട് ഇത് എല്ലാവരും സന്തോഷിക്കുന്ന ഒരു സമയമാണ്. സോ സൂസനയ്ക്ക് ഇത്രയും നല്ലൊരു സന്തോഷം പിന്നീട് കിട്ടത്തില്ല എന്ന കാര്യങ്ങളൊക്കെ അറിയാം. സോ അതുകൊണ്ടൊക്കെ തന്നെ സൂസനയുടെ കണ്ണിൽ നിന്ന് ചെറുതായിട്ട് കണ്ണീരൊക്കെ വരുന്നതിൻ്റെ ഒരു ഭാഗം വരെ എത്തുന്നുണ്ട്. അപ്പോഴേക്കും ജെർമി പറയുന്നു, അമ്മ ഇപ്പോൾ കരയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സൂസന പറയുന്നുണ്ട്, പിന്നെ ഞാൻ ഇത്രയും എൻ്റെ മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ കരയാൻ പോവാണോ എന്നൊക്കെ ജെർമിയുടെ അടുത്ത് സൂസന പറയുന്നു. തുടർന്ന് സൂസന പറയുന്നുണ്ട്, ഇത് നമ്മുടെ ലാസ്റ്റിലത്തെ നല്ല ഒരു ഹാപ്പി മൊമെന്റ് ആയിരിക്കും. കാരണം അടുത്ത വർഷം കോണർ കോളേജിലോട്ട് പോവുകയാണ്, സ്കൂളിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ അവന് പഠിക്കാൻ കാണും. പിന്നീട് സ്റ്റീവനും അടുത്ത വർഷം തന്നെ പ്രിൻസ്റ്റണിലോട്ട് നോക്കുകയാണ്. സോ എല്ലാവരും ഇപ്പം പല വഴിക്ക് പോവുകയാണ്. പിന്നീട് നമുക്ക് ഇതുപോലൊരു നല്ലൊരു സമ്മർ വെക്കേഷൻ ഇനി കിട്ടുമോന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ സൂസന എല്ലാവരോടും പറയുന്നുണ്ട്. കോണറിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. കാരണം അമ്മ പറയുന്നത് ഇങ്ങനെ ക്യാൻസർ ഉണ്ടായോണ്ടാണല്ലോ. കോണറിന് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ഇവർക്കാർക്കും അറിയത്തുമില്ല. എന്നിട്ട് സൂസന പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഒത്തുകൂടുന്ന ലാസ്റ്റ് സമ്മർ ആയിരിക്കും ഇത് എന്നൊക്കെ. ലോറലിന്റെ ആ ഒരു ഫേസ് മാറുന്നുണ്ട്. കാരണം ലോറലിനും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോഴേക്കും ജെർമി പറയുന്നു, അതെല്ലാം പോട്ടെ, അതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇപ്പൊ എൻ്റെ കൂടെ കുറച്ചു നേരം ഒന്ന് ഡാൻസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ജെർമിയ സൂസനെ കൊണ്ട് ചെറുതായി ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും സൂസനയ്ക്ക് ചെറിയൊരു തലകറക്കം പോലെ വരുന്നുണ്ട്. അപ്പോഴേക്കും ജെർമിയും ജസ്റ്റ് ഒരു ഇതാവുന്നുണ്ട്, എന്തോ പെട്ടെന്ന് ഇങ്ങനെ തലകറക്കമൊക്കെ വരുന്നത്, സാധാരണ അമ്മയ്ക്ക് ഇങ്ങനെ വരാത്തയാണല്ലോ എന്നൊക്കെ ഇവനും വിചാരിക്കുന്നുണ്ട്. സോ അവന്റെ ഉള്ളിലെ ആ ഒരു ഡൗട്ടും ഇങ്ങനെ കൂടി വരുന്നു. അങ്ങനെ അതിനുശേഷം കോർണറിന്റെ കൂടെ സൂസന അകത്തോട്ടേക്ക് പോകുന്നു. പിന്നീട് ലോറൽ അകത്ത് കയറുമ്പോൾ ലോറലിന്റെ ഇപ്പോഴത്തെ ആ ഒരു ബോയ് ഫ്രണ്ടും പിന്നീട് എക്സ് ഹസ്ബൻഡും കൂടെ സംസാരിക്കുന്നത് കാണുന്നു. ഇത്ര നല്ല പ്രോഗ്രസീവ് സൊസൈറ്റി. സോ ക്ലീവ്ലൻഡിന്റെ അടുത്ത് ലോറൽ ആദവും ലോറലിന്റെയും കല്യാണത്തിന്റെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആക്ച്വലി കല്യാണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ലോറൽ 4 months നമ്മുടെ സ്റ്റീവനെ പ്രഗ്നന്റ് ആയിരുന്നു. എല്ലാവരുടെ അടുത്തും സ്റ്റീവൻ പ്രിമേച്ചർ ബേബിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ലോറലിന്റെ അമ്മ ലോറല് പ്രസവിച്ച സമയത്തും സ്റ്റീവനെ കണ്ടപ്പോൾ ഇത്രയും ആരോഗ്യവാനായിട്ട് നമ്മുടെ സ്റ്റീവൻ, ലൈക്ക് ഇവരെല്ലാവരും പറഞ്ഞത് പ്രിമേച്ചർ ബേബി ആണെന്നാണ്. അപ്പം ഇത്രയും ആരോഗ്യവാനായിട്ട് ഈ ഒരു പ്രിമേച്ചർ ബേബിയെ നമ്മുടെ ലോറലിന്റെ അമ്മ കണ്ടപ്പോൾ അപ്പോഴും അവർക്ക് ആ ഒരു കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല എന്നൊക്കെ ലോറൽ ക്ലീവ്ലൻഡിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതും അന്ന് ഇതെല്ലാം കൊറിയ വെച്ചാണ് നടക്കുന്നത്. സോ കൊറിയയിലെ അന്നത്തെ സൊസൈറ്റി ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കാരാണല്ലോ. ആ ഒരു ടൈമിൽ കല്യാണം കഴിക്കുമ്പോൾ 4 months പ്രഗ്നന്റ് ആണ് എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും എന്നൊക്കെ ക്ലീവ്ലൻഡിന്റെ അടുത്ത് ലോറൽ പറയുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്റ്റീവൻ വരുന്നുണ്ട്. അങ്ങനെ ക്ലീവ്ലൻഡ് സ്റ്റീവനെ പരിചയപ്പെടുന്നു. സ്റ്റീവന് ഏതാണ്ടൊക്കെ മനസ്സിലാവുന്നു. അങ്ങനെ പിന്നീട് സ്റ്റീവനും ജെർമിയും കോർണറിനെ പോയി കാണുന്നു. കോർണർ ഇവരെ രണ്ടുപേരെയും വിഷ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ പറയുന്നു, നമുക്ക് ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം കടലിൽ സെയിലിങ്ങിന് പോയാലോ എന്ന്. സോ നമുക്കിന്ന് പോവാം എന്നൊക്കെ കോർണറിന്റെ അടുത്ത് രണ്ടുപേരും പറയുന്നുണ്ട്. സോ ഇന്ന് രണ്ടുപേരും നല്ലതായിട്ട് തകർത്തിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് കോർണർ അങ്ങോട്ടേക്ക് പോകുന്നു. പക്ഷേ ആ ഒരു ടൈമിലും അവന്റെ മനസ്സിൽ അവന്റെ അമ്മയുടെ കാര്യങ്ങളാണുള്ളത്. അങ്ങനെ പിന്നീട് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ആ ഒരു വേദിയിലോട്ട്
എസ്കോട്ടും ബ്രൈഡും ചെല്ലുന്നതാണ്. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ മെൻഡർ ആ ഒരു സ്റ്റേജിൽ നിൽപ്പുണ്ട്. ഇവരാണെങ്കിൽ ഓരോരോ ഗേൾസിനെ അങ്ങോട്ടേക്ക് വിളിക്കും. സോ അവരുടെ എസ്കോട്ടും ആ ഒരു ടൈമിൽ തന്നെ അവരുടെ അടുത്തോട്ടേക്ക് വരുന്നുണ്ട്. പിന്നീട് മെൻഡർ അവരുടെ പേര്, അവരുടെ വീട്ടുപേര്, അവർ ചെയ്തിരിക്കുന്ന അച്ചീവ്മെന്റ്സ്, പിന്നീട് അവർ ഈ ഒരു സമ്മറിൽ അവരുടെ ആ ഒരു രീതിയിലുള്ള ടാലന്റ് എല്ലാം വെച്ച് അവർ എത്ര പൈസ റേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്ലബ് ഹൗസിന് ഡൊണേഷൻ ആയിട്ട് കൊടുക്കുകയാണ്. സോ ഈ ക്ലബ് ഹൗസ് പിന്നീട് ഈ വുമൺ ഷെൽറ്റേഴ്സ്, ഈ കുട്ടികളുടെ പഠിത്തം, സോ ഈ ഒരു കൺട്രി ക്ലബ്ബ് കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ അവിടെ വേറൊരു പെൺകുച്ചിന്റെ കാര്യം പറയുന്നു. സോ ആ ഒരു പുള്ളിക്കാരിയുടെ പേര് ഇന്നതാണ്, അവരുടെ കുടുംബ പേര് ഇതാണ്, അവർ ഈ ഒരു സമ്മറിൽ $7,000 റേസ് ചെയ്തിട്ടുണ്ട്, അവളുടെ സ്കൂളിലെ ടെന്നീസ് ടീമിന്റെ ക്യാപ്റ്റനാണ് എന്ന രീതിയിലൊക്കെ പറയുന്നു. പിന്നീട് ആ ഒരു ടൈമിൽ നമ്മുടെ ബെല്ലിയുടെ ആ ഒരു ഊഴം വരുന്നു. അങ്ങനെ ബെല്ലി അവിടെ വിളിച്ചു നിർത്തിയിട്ട് ബെല്ലിയുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര് അവിടെ പറയുന്നുണ്ട്. പിന്നീട് അവള് ഇപ്പം $5,000 അവൾ റേസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു വോളിബോൾ ടൂർണമെന്റ് നടത്തി, അവളുടെ സ്കൂളിലെ വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീവനും ഷൈലയും വരുന്നുണ്ട്. ഷൈല ഒരു ഫാഷൻ ഡിസൈനർ ആണ്. പിന്നീട് ഷൈല $10,000 ഇപ്പം ഈ ഒരു സമ്മറിൽ റേസ് ചെയ്തിട്ടുണ്ട്, അത് പാവപ്പെട്ട കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടി ഉപയോഗിക്കും. പിന്നീട് വേറൊരു പെൺകുട്ടി വരുന്നുണ്ട്, അവളുടെ പേര്, അവളുടെ വീട്ടുപേര്, പിന്നീട് അവൾ ലെസ്ബിയൻ ആണ്. പിന്നീട് പുള്ളിക്കാരി അവളുടെ സ്കൂളിലെ സോക്കർ ടീമിന്റെ ക്യാപ്റ്റനാണ്. ആദ്യമായിട്ട് തന്നെ അവളുടെ സ്കൂളിൽ അവളാണ് LGBTQ യൂണിറ്റ് തുടങ്ങിയിട്ടുള്ളത്, ഗെയിം ലെസ്സും ട്രാൻസും ആയിട്ടുള്ള കുട്ടികൾക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി എന്നൊക്കെ രീതിയിൽ ഇവർ പറയുന്നു. അങ്ങനെ ഓരോ ആളുകളുടെയും അച്ചീവ്മെന്റ്സും അവരുടെ പേരും അവരെത്ര രൂപ ഈ ഒരു സമ്മറിൽ റേസ് ചെയ്തു, ഇത്ര രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തു, സോ ആ ഒരു കാര്യങ്ങളെല്ലാം അങ്ങനെ വിളിച്ചു പറഞ്ഞ് അവിടെയുള്ള മിക്കുള്ള ബോൾസിലെ ഗേൾസിനെയും എസ്കോട്ടിനെയും അവിടെ നിരത്തുന്നുണ്ട്. സോ ബെല്ലിയുടെയും ജെർമിയുടെയും ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലോറൽ ആ ഒരു ടേബിളിൽ നിന്ന് എണ്ണീറ്റ് പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ ആഡമും അങ്ങോട്ട് പോകുന്നു. ലോറൽ എണ്ണീറ്റ് പോകുന്നതിന്റെ കാരണം സോ അവൾക്ക് അവിടെ ഇരുന്ന് ആ ഒരു വിഷമങ്ങളൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം സുസന്നയുടെ ക്യാൻസർ, പിന്നീട് ഇതൊക്കെ എങ്ങനെ ഈ കുട്ടികളുടെ അടുത്ത് പറയും, പിന്നീട് ആ ഒരു രീതിയിലുള്ള ആ ഒരു മനപ്രയാസങ്ങളെ കാരണം ലോറൽ ആ ഒരു സൈഡിലായിട്ട് മാറി നിൽക്കുകയായിരുന്നു. സോ ആഡമും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ആഡമിനും ഈ കാര്യങ്ങളെല്ലാം അറിയാം, കാരണം സുസന്നയ്ക്ക് ക്യാൻസർ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. സോ ആ ഒരു ടൈമിൽ ആഡം ലോറലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ലോറൽ ആഡമിനോട് പറയുന്നു, ഈ ഒരു സമ്മർ കഴിഞ്ഞതിന് ശേഷം ഞാൻ മിക്കവാറും സൂസന്നയുടെ കൂടെ ബോസ്റ്റണിലോട്ട് പോകും, കാരണം സൂസന്നയ്ക്കും ഒരു സപ്പോർട്ട് വേണ്ടേ, അപ്പം നിങ്ങൾ ബെല്ലിയും സ്റ്റീവനെയും നോക്കണം എന്നൊക്കെ ആഡമിനോട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അങ്ങോട്ടേക്ക് നമ്മുടെ ജെർമി വന്ന് ഇവരെ രണ്ടുപേരെയും വിളിക്കാൻ വേണ്ടി വരുന്നു, കാരണം എസ്കോട്ട്സിന്റെ ഡാൻസ് അടക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു ടൈമിൽ ഇവര് സൂസനെ പറ്റി എന്തോ രോഗങ്ങളോ കാര്യങ്ങളോ എന്തോ പറയുന്നത് നമ്മുടെ ജെർമിയെ ചെറുതായിട്ടൊന്ന് കേൾക്കുന്നുണ്ട്, പക്ഷെ അവന് കൂടുതൽ വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല. അതിനുശേഷം ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നു. എന്നിട്ട് എസ്കോട്ട്സിന്റെ ഡാൻസ് അവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ആ ഒരു ടൈമിലും നമ്മുടെ ജെർമിയുടെ മനസ്സിൽ ഇങ്ങനെ ഡൗട്ട് പോകുന്നുണ്ട്, പക്ഷെ അവനതൊന്നും കാര്യമാക്കാതെ അവൻ ആ ഒരു എസ്കോട്ടിന്റെ ഡാൻസ് ഫുള്ള് കളിച്ചു തീർക്കുന്നു. എല്ലാവരും കൈയടിച്ച് ഇവരെ അഭിനന്ദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ സ്റ്റീവനെ വന്ന് നമ്മുടെ ഷൈല കിസ് ചെയ്യുന്നു, അതും എൻറ്റയർ അത്ര ആളുകളുടെ മുമ്പ് വെച്ച്. സോ അവരൊന്നും കെയർ ചെയ്യുന്നില്ല. അപ്പോഴും സ്റ്റീവൻ പറയുന്നു, എടി എല്ലാവരും നോക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഷൈല പറയുന്നു, കുഴപ്പമില്ലടാ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ ലവ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കിസ് അടിച്ച് അവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു ടൈമിലായിരുന്നു ലിയാം അങ്ങോട്ടേക്ക് വരുന്നത്. ലിയാം പറയുന്നു, സ്റ്റീവൻ നിന്റെ ഫിറ്റ് അത്ര ചേരത്തില്ലല്ലോ, കാരണം നിന്റെ കാലിന്റെ മുകളിൽ കിടക്കുകയാണ് ആ ഒരു പാൻറ്. സ്റ്റീവന് ആ ഒരു ഔട്ട്ഫിറ്റ് അവന് തട്ടിക്കൂട്ടി എവിടുന്നൊക്കെയാണ് അവന് ഒപ്പിച്ചുകൊണ്ട് വന്നത്. ഒപ്പിച്ചുകൊണ്ട് വന്നതും പോരാനിട്ട് അവന്റെ അടുത്ത് ഫിറ്റ് കൊള്ളത്തില്ലല്ലോ എന്നൊക്കെ ലിയാം വന്ന് പറയുന്നു. തുടർന്ന് ലിയാം പറയുന്നുണ്ട്, ഞാൻ ഷൈലയുടെ കൂടെ പ്രോമിന് പോയ സമയത്ത് ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റ് ആയിരുന്നു ഇട്ടിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഷൈലയുടെ കൂടെ അവൻ പ്രോമിന് പോയിട്ടുണ്ട് എന്ന കാര്യവും സ്റ്റീവന് മനസ്സിലാവുന്നു. ഇവൻ എന്തിനാണ് ഇപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നത് എന്ന് വിചാരിച്ച് ഷൈല അവിടെ നിൽക്കുന്നു. നീ ആ ഒരു പോക്കർ ഗെയിം ഞങ്ങളുടെ കൂടെ കളിച്ചപ്പോഴത്തേക്കും ഉള്ള എല്ലാ ക്യാഷും വെച്ചിട്ടാണോ നീ ബെറ്റ് വെച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, അതെന്തേലും ആവട്ടെ. തുടർന്ന് ലിയാൻ പറയുന്നുണ്ട്, അതുകൊണ്ടാണോ നിനക്കൊരു നല്ല സ്യൂട്ട് റെന്റിന് എടുക്കാൻ പറ്റാത്തത് എന്നൊക്കെ ചോദിക്കുന്നു. സോ അല്ല, കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾ ക്യാഷ് തിരിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും സ്റ്റീവൻ പറയുന്നു, എനിക്ക് നിങ്ങളുടെ ക്യാഷും ഒരു കാര്യങ്ങളും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷിച്ച് കുറച്ചങ്ങോട്ടേക്ക് പോകുന്നു. ഒന്നാമത് അവൻ കേക്കിംഗ് കൂടെ ചെയ്തു ഷൈലയുടെ കൂടെ ലിയാം പ്രോമിന് പോയിട്ടുണ്ട് എന്ന കാര്യം. പിന്നീട് ഷൈല സ്റ്റീവനോട് ഒന്ന് മിണ്ടുന്നുണ്ട്. അപ്പം സ്റ്റീവന്റെ മനസ്സിൽ കിടക്കുന്നത്, ഇത്രയും കാശുകാരനായിട്ടുള്ള ലിയാം ഷൈലയുടെ കൂടെ പ്രോമിന് പോയപ്പം, കാരണം അവൾ ചിലപ്പം കമ്പയർ ചെയ്യും സ്റ്റീവനെയും ലിയാമിനെയും വെച്ചു, കാരണം ലിയാമാണ് കുറച്ചും കൂടെ ഫിനാൻഷ്യലി സൗണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം ഇവൻ അങ്ങനെ തിങ്ക് ചെയ്യും എന്ന കാര്യങ്ങളെല്ലാം ഷൈലയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഷൈല അപ്പോഴും പറയുന്നു, ഞാൻ നിന്നെയാണ് ചൂസ് ചെയ്തത്, എനിക്ക് ലിയാമിനെ ഇഷ്ടമല്ല, കാരണം എനിക്ക് നിന്നെ പോലൊരു ആളെയാണ് എനിക്ക് ആവശ്യം എന്നൊക്കെ ഷൈല സ്റ്റീവനോട് പറയുന്നുണ്ട്. അങ്ങനെ എസ്കോട്ടും ബ്രൈഡും തമ്മിലുള്ള ആ ഒരു ഡാൻസ് നടക്കാൻ വേണ്ടി ടൈം ആവുന്നു. അപ്പോഴേക്കും നമ്മുടെ ജെർമിയെ കാണുന്നില്ല, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ജെർമിയ നമ്മുടെ സൂസനയുടെ മൊബൈൽ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം ജെർമിക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ട്,
എന്താണ് സൂസനയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോഴേക്കും നമ്മുടെ ബെല്ലി ഓരോ ഗേൾസിൻ്റെ അടുത്തും പോയി ചോദിക്കുന്നു ജെർമിയെ കണ്ടോ എന്നൊക്കെ. അങ്ങനെ മിക്കുള്ള എല്ലാവരും അറിയുന്നു ജെർമിയെ കാണുന്നില്ല, മിസ്സിംഗ് ആണ് എന്നൊക്കെ. പക്ഷെ അപ്പോഴേക്കും ഡാൻസിന്റെ സമയമാവുന്നു. അങ്ങനെ സൂസന ലോറലിനോട് ചോദിക്കുന്നു, കോണറിനോട് ചോദിക്കുന്നു, അവിടെ ജെർമിയെ പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നീട് ജെർമിയെ കാണിക്കുന്നു. ജെർമിയ സൂസനയുടെ മൊബൈലിൽ അവൾക്ക് ക്യാൻസർ ആണ് എന്ന ഒരു ടെസ്റ്റും പിന്നെ ട്രയലിന്റെ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. സോ അപ്പോഴേക്കും ജെർമിക്കും കൂടെ മനസ്സിലാവുന്നു സൂസനയ്ക്ക് ക്യാൻസർ ആണ് എന്ന്. സോ അതിന്റെ കാര്യങ്ങളെല്ലാം ഓർത്ത് അവൻ അവിടെ ഇരുന്ന് കരയുകയാണ്. സോ നമ്മുടെ ബെല്ലി ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്കായി പോകുന്നു. എല്ലാ ഗേൾസിനും അവരുടെ എസ്കോർട്ടിനെ കിട്ടുന്നുണ്ട്, ബെല്ലി മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നു. സോ എല്ലാവരും ബെല്ലിയെ തുറച്ചു നോക്കുന്നുണ്ട്. സോ ആ ഒരു ടൈമിൽ നമ്മുടെ കോണർ എണീറ്റ് പോയി ബെല്ലിയുടെ എസ്കോർട്ടായിട്ട് നിൽക്കുന്നു. ജെർമിയ ഏതാണ്ട് കിസ് ചെയ്യുന്നതിന് മുമ്പേ ബെല്ലിയുടെ ആഗ്രഹമായിരുന്നു ബെല്ലിയുടെ എസ്കോർട്ടായിട്ട് കോണർ വരണമെന്നൊക്കെ. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. കോണർ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നിക്കോളിന്റെ കൂടെ ആ ഒരു ഡാൻസിന് പോയതുകൊണ്ട് തന്നെ അവന് മിക്കുള്ള സ്റ്റെപ്സും അറിയാമായിരുന്നു. സോ അതുകൊണ്ടൊക്കെ തന്നെ അവൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബെല്ലിയുടെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്. സൂസനയും ലോറലും പറയുന്നുണ്ട് എന്തൊരു നല്ല ഭംഗിയായിട്ടാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ ലാസ്റ്റ് മൊമെന്റിൽ നമ്മുടെ ബെല്ലിനെ ആ ഒരു ആംഗിളിൽ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കും ബെല്ലിയും കോണറും ഇപ്പോൾ കിസ് ചെയ്യുമെന്നൊക്കെ. പക്ഷേ അവരെന്നിട്ടും കിസ് ചെയ്യത്തില്ല. അപ്പോഴേക്കും നമ്മുടെ ജെർമി അങ്ങോട്ടേക്ക് വന്നു. മോനെ ഇത്രയും നേരം എവിടെ ആയിരുന്നു എന്നൊക്കെ സൂസൻ ചോദിക്കുമ്പോൾ ചെറിയ വയറിന് പ്രശ്നമായിരുന്നു അമ്മേ എന്നൊക്കെ അവൻ സൂസനയോട് കള്ളം പറയുന്നുണ്ട്. ഞാൻ ജിഞ്ചറയിൽ നിനക്ക് എടുത്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കഫ്റ്റേരിയയിലോട്ട് നമ്മുടെ സൂസന പോകുന്നുണ്ട്. അപ്പോഴേക്കും ജെർമിയ കോണറിനോട് വന്ന് പറയുന്നു, എടാ എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്നൊക്കെ. സോ അത് നമുക്ക് പിന്നെ സംസാരിക്കാം എന്നൊക്കെ കോണർ ഇവന്റെ അടുത്ത് പറയുന്നുണ്ട്. സോ അത് പെട്ടെന്നുള്ള ഒരു കാര്യമാണ്, അമ്മയെ പറ്റിയുള്ള ഒരു കാര്യമാണ്. ജെർമിയ കോണറിനോട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നൊക്കെ പറയുന്നു. കോണറിന്റെ ഒരു മട്ടും ഭാവം കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ജെർമിക്ക് മനസ്സിലാവുന്നു കോണറിന് ഈ ഒരു കാര്യങ്ങളെല്ലാം നേരത്തെ അറിയാമായിരുന്നു എന്ന്. പക്ഷെ ഇത്രയും ടൈം ആയിട്ട് പോലും കോണർ എന്തുകൊണ്ട് തൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നതിനെ തുടർന്ന് ജെർമിക്ക് കോണറിനെ കുറിച്ച് ദേഷ്യം കയറുകയും കോണറിനെ അവിടെ ഇട്ട് ഇടിക്കാനൊക്കെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ ജെർമിയ കോണറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കോണർ എല്ലാം ഡിഫെൻഡ് ചെയ്ത് തറയിൽ കിടന്ന് രണ്ടുപേരും കൂടെ ഏതാണ്ട് അടിപിടി കൂടുന്നു. അങ്ങനെ ഇതെല്ലാവരും നോക്കിക്കാണുന്നു. അപ്പോഴേക്കും നമ്മുടെ സൂസന അങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നീട് അവർ രണ്ടുപേരും എണ്ണീറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തൊക്കെയാണ് പറ്റിയത് എന്നൊക്കെ സൂസന രണ്ടുപേരോടും ചോദിക്കുന്നു. കോണർ പറയുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ. ഓഫ് കോഴ്സ് സൂസനയ്ക്ക് മനസ്സിലാവുന്നു ക്യാൻസർ ആണെന്ന കാര്യം ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന്. അപ്പോഴേക്കും നമ്മുടെ ബെല്ലി അവിടെ ആട്ടം കണ്ട കുട്ടിയുടെ കൂടി നിൽക്കുകയാണ്. എന്തോ സംഭവിച്ചത്, എന്തോ അറിഞ്ഞേ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അവസാനം ബെല്ലി അത് അറിയുന്നു. അങ്ങനെ അന്നത്തെ രാത്രി ഒരു സന്തോഷത്തോടെ ഇരുന്ന രാത്രി ഫുള്ള് ഒരു ഡാർക്കായി പോകുന്നു. കാരണം ബെല്ലി ഭയങ്കര കരച്ചില്ല, ലോറൽ അവളെ ആശ്വസിപ്പിക്കുന്നു. കൂടാതെ സ്റ്റീവനും ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞ് സ്റ്റീവനും ലോറലും ബെല്ലിയും കൂടെ ഒരുമിച്ചിരുന്ന് കരയുന്നു. സോ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ സൂസനയുടെ അടുത്ത് കോണറും ജെർമി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ജെർമി കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടും കരഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ് അമ്മയെ ക്യാൻസർ ട്രീറ്റ്മെന്റിന് പോകും. അപ്പം ആ ഒരു ടൈമിലെല്ലാം സൂസന പറയുന്നുണ്ട് മോനെ ഈ ഒരു ട്രീറ്റ്മെന്റിന് പോയിട്ട് യാതൊരു കാര്യമില്ല, അതെല്ലാം എൻ്റെ ലുക്സിനെയും എൻ്റെ ഒരു രീതികളെയും അഫക്റ്റ് ചെയ്യത്തേ ഉള്ളൂ. സോ ഞാൻ മരിക്കുമ്പോഴും ഞാൻ ഇതുപോലെ തന്നെ ഇരിക്കാനാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ സൂസന ജെർമിയോട് പറയുന്നുണ്ട്. കോണറും ഒന്നും മിണ്ടാതെ അവിടെ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ കോണറും ജെർമിയും സൂസനയുടെ മടിയിൽ കിടന്ന് കരയുന്നു. അങ്ങനെ അന്ന് ഡിന്നർ നമ്മുടെ ലോറൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും സൂസനയും അങ്ങോട്ടേക്ക് വരുന്നു. സോ കാര്യങ്ങളെല്ലാം എന്തായാലും സംഭവിച്ചു, എല്ലാവരും അറിയാനുള്ളതെല്ലാം അറിഞ്ഞു. ഇനിയുള്ള കാലം ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതുകൊണ്ടൊക്കെ തന്നെ അവരെല്ലാവരും ആ ഒരു വിഷമങ്ങളെല്ലാം മാറ്റിവെച്ച് അവർക്ക് ബാക്കിയുള്ള ആ ഒരു സമ്മർ അവരെ ഹാപ്പി ആയിട്ട് തന്നെ എൻജോയ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ബെല്ലിയും കോണറും ആ ഒരു ബീച്ചിന്റെ സൈഡിൽ ഇരിക്കുന്നതാണ്. അപ്പോഴേക്കും ബെല്ലി പറയുന്നു നിനക്കിതൊക്കെ എങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റി, അത് എപ്പോഴെങ്കിലും നിനക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ കോണറിൻ്റെ അടുത്ത് ബെല്ലി ചോദിക്കുമ്പോൾ കോണർ പറയുന്നു ഞാൻ നിൻ്റെ അടുത്ത് ഒത്തിരി പ്രാവശ്യം പറയാൻ നോക്കിയതാണ്, പക്ഷേ എനിക്ക് ആ ഒരു ടൈമിലൊന്നും എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു എന്ന് കോണർ ബെല്ലിയോട് പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കോണർ ചെറുതായിട്ടൊന്ന് അവളെ കിസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മൂവ്മെന്റ് നടത്തുന്നു. അപ്പോഴേക്കും ഇവൾക്കിത് മനസ്സിലായി, അപ്പം നമുക്ക് വീട്ടിൽ പോകാം എന്നൊക്കെ ഇവനോട് പറയുന്നു. കോണർ പറയുന്നു എടി എനിക്ക് നിന്നോടുള്ള കാര്യങ്ങളൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ കോണർ ബെല്ലിയോട് ചോദിക്കുന്നു. ബെല്ലി പറയുന്നു നിന്റെ ഈ ഒരു സാഹചര്യത്തിന് നിനക്കൊരു ഗേൾ ഫ്രണ്ടിനെ അത്യാവശ്യമാണ്, പക്ഷേ എനിക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇവന്റെ അടുത്ത് ഇവള് പറയുന്നു. ഇപ്പൊ ചിലപ്പം നിനക്ക് എന്നെ ആവശ്യമായോണ്ടായിരിക്കും നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. തുടർന്ന് അവള് പറയുന്നുണ്ട് ഒരാളുടെ നീഡ് ആയിട്ടുള്ള എനിക്ക് ആവശ്യം, ഒരാളുടെ വാണ്ട് ആയിട്ടാണ് എനിക്ക് ആവശ്യം എന്ന് ഇവനോട് പറയുന്നു. സോ അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് കിസ് അടിക്കുന്നു. ആ ഒരു സീൻ കാണിച്ച് ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. ആക്ച്വലി ഈ ഒരു സീസൺ ഇവിടെ അവസാനിക്കുന്നു. സോ അടുത്ത സീസൺ ഉണ്ട്, അത് ഞാൻ പെട്ടെന്ന് ഇടാം. പക്ഷേ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നത് സോ ജെർമിയുടെ കാര്യം ഇപ്പം ബെല്ലി കോണറുമായിട്ട് സെറ്റായി, ഇവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രി ആ ഒരു കാര്യങ്ങളൊക്കെ എന്താ തീരും. പിന്നീട് സൂസന ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. സോ അപ്പം ദർ ഇസ് എ ഹോപ്പ്, ബട്ട് വി ഡോണ്ട് നോ ടിൽ ദ നെക്സ്റ്റ് സീസൺ. സോ പിന്നീട് ക്യാമിൻ്റെ കാര്യങ്ങൾ ഇവർ പിന്നീട് കാണിച്ചിട്ടില്ല. പിന്നീട് സ്റ്റീവനും പ്രിൻസ്റ്റണും പിന്നീട് കോണറും മെഡ് സ്കൂളിലോട്ട് പോകുന്നുണ്ട്. സോ ആ ഒരു കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കിടക്കുകയാണ്. സോ അടുത്ത സീസണിൽ ഇതിൻ്റെ ആൻസേഴ്സ് കാണുമായിരിക്കും. സോ അടുത്ത എപ്പിസോഡായിട്ട് വരാം. ടിൽ ദെൻ ബൈ.